ഒന്നും പഠിച്ചില്ല, എണ്ണാനറിയില്ല, പള്ളിക്കൂടത്തിൽ ഞാൻ പോയിട്ടില്ല. ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരാൾ തനിച്ച് മരമണ്ടനാണ്. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഈ ഭീഷണിപ്പെടുത്തുന്നവർക്ക് എന്ത് കാരണം പറഞ്ഞിട്ടാണ് അവര്? അല്ല, അത് പല ഇതുകൊണ്ട് എനിക്കിവിടെ പറയാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അത് ഞാൻ സമയം വരുമ്പോൾ പറയും. ഇവനെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ചിന്ത അവർക്ക് തോന്നിയാൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാർ എൻ്റെ പുറകിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവൻ വരെ തരുന്നവർ. അത് അവർക്ക് ഓർത്ത് അവർക്ക് നല്ലത്. നാടൻ പാട്ടല്ല, അതൊരു നാടൻ പാട്ട് അല്ല, സിറ്റുവേഷൻ സോങ്. കവിളത്തോരു മുത്തമേക കൊതിയൂറുന്നു എൻ മകളെ, ചിരിതോൽക്കും പുഞ്ചിരിയാലേ മാറിൽ മയങ്ങും നോളേ. ധൂമുട് 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 പൊപ്പാല് മല്ലിക മല്ലിപ്പൂവുല് പൂപേരി ബസവണ്ണ പാദം പറ്റേ പറവല പേരു. അവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള വാക്കുകളും ആ പ്രയോഗങ്ങളും. ലഭിയില്ലാത്ത ഭാഷയിൽ ഒരു സാധനം എടുത്ത് തട്ടിയങ്ങോട്ട് വിട്ടു വരട്ടെ. അവർ നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മളവരെ അതേപോലെ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അവരൊക്കെ നമ്മളിങ്ങനെ എടുത്ത് പുറത്തെറിയുന്ന പോലത്തെ വർത്തമാനം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ താമര തീർന്നു. നല്ല നല്ല സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഗംഭീരമായ സുഹൃത്തുക്കൾ, നമ്മുടെ മനസ്സറിഞ്ഞ് വന്ന ആൾക്കാർ. കല നീ നാളെ ഇല്ലെങ്കിലും നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നുള്ള സുഹൃത്തുക്കളുമുണ്ട്. കടലു കനിഞ്ഞേ കാറ്റടിച്ചേ പേമാരി പെയ്തേ, ചെറുകുടിൽ വീടും കൊട്ടാരങ്ങളും ഒരുപോലായി. എന്നെ വളർത്തിയ കേരളത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിലൊക്കെ എനിക്ക് അവരുടെ മുന്നിൽ മണിത്താമര എങ്ങനെ കാണണോ, അവരുടെ ഉള്ളിൽ എന്തായിരുന്നോ അതേ മണിത്താമരയായിട്ട് മരണം വരെ ജീവിക്കണം. ചെന്താമരയ്ക്കൊരു പെണ്ണ് താരകം പൂത്ത പോലൊന്ന്, ഇനിയുണ്ടോ ഇതുപോലൊരു പെണ്ണ്, ഇനിയുണ്ടോ ഇതുപോലൊരു പെണ്ണ്. ഈ ചാനലിൽ വെച്ച് പറയാണ്, ഇനി നല്ല നല്ല പാട്ടുകൾ ഇനിയും ഇറങ്ങാൻ പോണേ ഉള്ളൂ. ഒരു ആൽബത്തിന് വേണ്ടി 10 പാട്ടുകളൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു CD-യുടെ ഒരു യുഗം അവസാനിക്കുന്നതിന് മുന്നേ പുലിമുരുകന്റെ ഒപ്പം ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുപ്പയിലെ മാണിക്യം. കുപ്പയിലെ മാണിക്യം. അതിലത്തെ പാട്ടാണ്. അതിന്റെ വിശേഷങ്ങൾ, ആൽബത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് മില്ലിയനും ഓഡിയോസ് നമ്മളെ വിളിച്ചിട്ട് നിങ്ങളുടെ പാട്ടുകൾ വേണം പറയണം. ഒന്നും ചോദിച്ചില്ല, കൊടുത്ത പാട്ട് മുഴുവൻ വാങ്ങിച്ചവർ. 10 കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഓട്ടക്കാരൻ്റെ ഓർമ്മകളൊക്കെ അതിലുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാനൊന്നും നോക്കിയില്ല. എഴുതുന്നു, ഈണം പകരുന്നു, കൊടുക്കുന്നു, ഓർക്കസ്ട്രേഷൻ മാത്രം അവർ ചെയ്യുന്നു. അല്ല, നമ്മൾ തന്നെ ടോട്ടലി എല്ലാം എടുത്തു. കാരണം അങ്ങനെ നന്നാവുള്ളൂ. അങ്ങനെ എനിക്കത് നല്ലൊരു ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതൊക്കെ നിങ്ങളുടെ തന്നെ ടീമിനെ വെച്ച് ചെയ്യുമോ അതോ? ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന നമുക്ക് നല്ല ടീം ഉണ്ടായിരുന്നു അന്ന്. ഉണ്ണിയേട്ടൻ പറയുന്ന ആൾ, ഇത് പറയാതിരിക്കാൻ വയ്യ, ഗുരുവായൂരുള്ള ഉണ്ണിയേട്ടൻ. അപ്പോൾ ഈ മില്ലേനിയം അല്ലെങ്കിൽ വേറെ ഇപ്പോൾ മാരുതി അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഇതിന്റെ ഒരു ഫൈനൽ മിക്സിംഗ് മാത്രമേ ബാക്കി ഉണ്ടായിരിക്കുള്ളൂ. ഇല്ല, എല്ലാം നമ്മൾ ചെയ്ത സാധനം കൈ കൊടുക്കുകയാണ്. കാരണം എന്നാലേ നമുക്ക് തൃപ്തിയാവുള്ളൂ. അപ്പോൾ ടോട്ടൽ എടുത്ത് നമ്മളത് കൊടുത്തു. അവരൊന്നും നോക്കിയില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൽ എൻ്റെ ജീവിതമുണ്ട്. എൻ്റെ എന്നല്ല, ഓരോരുത്തൻ്റെയും ജീവിതം അതുണ്ട്. അതിലത്തെ ഒരുപാട് പാട്ട്. ഒന്നും പഠിച്ചില്ല, എണ്ണാനറിയില്ല, പള്ളിക്കൂടത്തിൽ ഞാൻ പോയിട്ടില്ല. ഒന്നും പഠിച്ചില്ല, എണ്ണാനറിയില്ല, പള്ളിക്കൂടത്തിൽ ഞാൻ പോയിട്ടില്ല. പദം വളക്കും നേരം എണ്ണാനറിയാതെ കല്ലു പറിക്കതും ഓർക്കണു ഞാൻ. നമ്മൾ ആരാ സാറേ ഇതൊക്കെ മൈൻഡ് ഇത് അനുഭവിച്ചില്ലേ ആ വരുള്ളൂ. ഇതുപോലെ ഒരുപാട് പേര്, ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേര് എൻ്റെ ഏരിയ, എൻ്റെ ഗംഭീരമായ ഗ്രാമത്തിലുണ്ട്. നമ്മൾ ഒരുപാട് പാട്ടുകൾ എഴുതുന്നു, ചില പാട്ടുകൾ ഹിറ്റുകളാവുന്നു, ചിലത് സൂപ്പർ ഹിറ്റുകളാവുന്നു. പക്ഷേ നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് അത്രയും പ്രതീക്ഷകളോടെ എഴുതിയിട്ടും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ചില പാട്ടുകളുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ പാട്ടുകളോടുള്ള ഇഷ്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉള്ള പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഏത് പാട്ട് എഴുതിയാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ ഇന്ന് ദൈവം പോലെ ആ ഈശ്വരൻ തന്നൊരു 2 മക്കളുണ്ട്. മ്യൂസിക് സെൻസ് നന്നായിട്ടുള്ള കുട്ടികൾ. രാഗങ്ങളടക്കം അവർ പഠിച്ച് വരണേ ഉള്ളൂ. പക്ഷേ എന്നാലും അവർ രാഗത്തെക്കുറിച്ചടക്കം അറിയാം. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പാട്ട്, ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പാട്ട് വരണുണ്ട് സാറേ. കാരണം അവൻ്റെ ഉള്ളിൽ അവർ ഫ്യൂഷൻ ചെയ്യുമ്പോഴടക്കം അവർ എടുത്ത് പാടുന്നൊരു പാട്ടാണത്. അതുകൊണ്ടാണ് എനിക്ക് കാരണം വേറെ ആൾക്കാർ എത്ര ഇഷ്ടപ്പെട്ടാലും നന്നായിട്ടുണ്ടെന്ന് പറയുള്ളൂ. സ്വന്തം മക്കളെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ അതിൻ്റെ സുഖം വേറെയാണ്. അങ്ങനൊരു പാട്ട് ഞാൻ പാടാം. ഒറ്റപ്പാലം പുഴ കരവത്തു ഞാനന്ന് ഓർത്തിരുന്നപ്പോരു പാട്ടു കിട്ടി, തുഴയുന്ന വഞ്ചിയിൽ കൈത്താളമിട്ടപ്പോൾ ചേലൊത്തു പാടാനൊരീണം കിട്ടി. തരരരരരരരര. ഒറ്റപ്പാലം പുഴ കരവത്തു ഞാനന്ന് ഓർത്തിരുന്നപ്പോരു പാട്ടു കിട്ടി,
തുഴയുന്ന വഞ്ചിയിൽ കൈത്താളമിട്ടപ്പോൾ ചേലൊത്തു പാടാനൊരീണം കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടത്. അതിലൊരു വലിയ ഒരു നാടിനെ കൃത്യമായിട്ട് വരച്ചിട്ടിരിക്കുകയാണ്. വരച്ചിട്ടുള്ള സാധനം അത് ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണത്. അതുപോലെ ഇപ്പോൾ തന്നെ ഒരുപാട് പുതിയ പാട്ടുകളുമുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടുകളൊക്കെ ഉണ്ട്. അതും നല്ല പാട്ടുകളാണ്. അപ്പോൾ ഏതൊക്കെ അങ്ങ് ഹിറ്റാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു പടത്തിന് വേണ്ടിയല്ല ഒരു 4 വരി പാടാം. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കള്ളിൻ്റെ പാട്ടാണ് എഴുതാൻ കള്ള് ഷാപ്പിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷാപ്പിൽ പാട്ട് ഒരുപാട് വന്നിട്ടുണ്ട്, മുട്ടയും കപ്പയും ഒക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിൽ ഒരു ചെത്തുകാരനെ പറ്റിയിട്ടൊരു പാട്ട്, ഇയാളുടെ എന്താണ് ഇയാൾ അതിൽ എന്താ ഇയാളുടെ ക്യാരക്ടർ എന്ന് വെച്ചപ്പോൾ ചെത്തുകാരനാണെന്ന് പറഞ്ഞു. ആളൊരു ലൈഫ് സ്റ്റൈലൊക്കെ പാട്ടിലുണ്ടാവും. അപ്പോൾ എനിക്ക് ചെത്തുകാരൻ്റെ പാട്ട് എന്ത് പറഞ്ഞോ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു കള്ള് ഷാപ്പങ്ങ് മാറ്റ്, ചെത്തുകാരനെ കുറിച്ച് പറയും. അങ്ങനെ ഞങ്ങളുടെ അവിടെ കുളമുച്ചിയിൽ ഷാപ്പിൻ്റെ അവിടെ എൻ്റെ വിജയേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇവിടെ ഇവിടെ വാസുവേട്ടനോ സഹദേവേട്ടൻ ആരോ ഉള്ളത് വെച്ചപ്പോൾ വാസുവേട്ടൻ ഉണ്ടായെന്ന് പറഞ്ഞു. വാസുവേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, ഏട്ടാ എങ്ങനെയാണ് ഏട്ടാ നിങ്ങൾ ഈ ചെത്താൻ പോകുന്നത്? കള്ള് ചെത്താൻ പനയാണ്, എൻ്റെ നാട്ടിലൊക്കെ പനകാറിലാണ്. അപ്പോൾ ആൾ പറഞ്ഞ ആ കൊട്ടിയും അങ്ങനെ ആ സാധനങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കത് എന്തോ ഇനിയും ഒളിഞ്ഞു കിടക്കണ പോലെ തോന്നി. അപ്പോൾ അത് കേട്ട അപ്പം തന്നെ പാട്ട് എഴുതാൻ പറ്റില്ല, കുറേ നമ്മളത് എന്താണെന്ന് നോക്കണം. അപ്പോൾ കാര്യം എങ്ങനെ പറഞ്ഞുള്ളൂ, 3 നേരം പോകണം, പിന്നെ ഇങ്ങനെ മുറുക്കി കെട്ടണം, എന്നിട്ട് ആ കൊല തല്ലണം. അത് വേറൊരു ഭാഷയിലേ പറഞ്ഞത്. അപ്പം ഞാനതിനെ കൃത്യമായിട്ട് 3 നേരം മുറുക്കി കെട്ടി തളപ്പത്തിട്ട് തെങ്ങി കയറി ഇളങ്കുലയിൽ അടിച്ചു മാടി പദം വരുത്തിയിട്ട് 3 നേരം മോളി കയറി തോണ്ടിയോളം ചുരുത്തി തന്ന മായമില്ല മനസ്സ് നിറയ്ക്കും മധുര കള്ളാടാ. ഇത് മനസ്സ് മടുക്കും ചിലരുക്കെല്ലാം മറുമരുന്നാടാ. ഇത് മനസ്സ് മടുക്കും ചിലരുക്കെല്ലാം മറുമരുന്നാടാ. 3 നേരം മുറുക്കി കെട്ടി തളപ്പത്തിട്ട് തെങ്ങി കയറി ഇളങ്കുലയിൽ അടിച്ചു മാടി പദം വരുത്തിയിട്ട് ആ പാട്ട് പാടിക്കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടമായി അവർക്ക്. അത് ആൽബത്തിലോ സിനിമയിലാണ്? സിനിമ വരാൻ പോകുന്നേ. അതെ. ആരാണ് അതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വേറെ ഒന്നും ആയിട്ടില്ല, നമുക്ക് പറയാറായിട്ടില്ല. അത് ഇറങ്ങട്ടെ, ഇല്ലെങ്കിൽ അതിന്റെ സംഭവം പറ്റും. അപ്പം നമുക്ക് എല്ലാം പറയാം. പിന്നെ മമ്മൂക്കാൻ്റെ പെങ്ങളുടെ മകൻ അഭിനയിച്ചൊരു പടത്തിൽ SKG നമ്മുടെ സുഹൃത്താണ്, പുള്ളി വിളിച്ചൊരു പാട്ട് പാടാൻ പറഞ്ഞു. അതിൽ ഈ ഡാം പൊട്ടിയിട്ട് കുറച്ച് ക്യാമ്പിലിരിക്കുന്നൊരു സംഭവമാണ്. എന്നെ കൊണ്ടാ പാടാൻ പറഞ്ഞു. അന്ന് ഞാൻ ദുബായിൽ നിന്ന് നേരെ വന്ന് കണ്ണൂർ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ട്, പുള്ളിൻ്റെ അടുത്ത് ഓർക്കസ്ട്ര ചെയ്തിട്ട് ആ പാട്ട് പാടിയ. അത് ഓർക്കസ്ട്ര ഇല്ല, വെറും ബെഞ്ച് കൊട്ടിയിട്ട് പാടിയ. കടലു കനിഞ്ഞേ കാറ്റടിച്ചേ പേമാരി പെയ്തേ ചെറുകുടിൽ വീടും കൊട്ടാരങ്ങളും ഒരുപോലായി ഇനിയുള്ളോനും ഇല്ലാത്തോം പെരുവഴിയായി കടല് കനിഞ്ഞ് കാറ്റടിച്ച് പേമാരി പെയ്തേ പറഞ്ഞൊരു പാട്ട്. ഇപ്പം ഈ പറഞ്ഞ കടലിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഭൂപ്രകൃതി ആണെങ്കിലൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മുടെ അനുഭവങ്ങളും വർദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ പോകുന്ന വഴികളിലൊക്കെ പിന്നെ നമ്മുടെ പാട്ടിന് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ സുധീപേട്ടൻ പാടി, സുധീപ് കുമാർ സാർ ഗംഭീരമായി പാടി തന്നൊരു നാടൻ പാട്ടല്ല, അതൊരു അല്ല സിറ്റുവേഷൻ സോങ് ഉണ്ട്. അത് ഞാൻ പാടിയത്, ഞാൻ കൊടുത്ത് രചനയും സംഗീതവും ചെയ്തപ്പോൾ ആൾ നന്നായി പാടി തന്നു, ഒന്നും പറയാനില്ലല്ലോ. കവിളത്തോരു മുത്തമേക കൊതിയൂറുന്നു എൻ മകളെ ചിരിതോൽക്കും പുഞ്ചിരിയാലേ മാറിൽ മയങ്ങുന്നോളേ നീ എവിടെ എൻ ജീവനേ ഞാൻ തനിയേ എൻ പ്രാണനേ. ആ പാട്ട് ഈണവും രചനയും നമ്മളാണ്. അതിൽ ഞാൻ വേറൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ഇതെന്താന്ന് ചോദിക്കരുത്, ഭാഷ ഏതാന്ന് ചോദിക്കണ്ട. ധൂമുട് 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 പൊപ്പാല് മല്ലിക മല്ലിപ്പൂവുൽ പൂപേരി ബസവന്ന പാദം പറ്റേ പറവല പേരു 4 ദിക്ക് മറക്കൊട്ടി കുത്തുവിളക്ക് തിള വെച്ച് കൊളത്ത മൂപ്പടി കാനപട്ടി പറബല പേരു ഇയോ പറബല പേരോ സാധനം. ഞാൻ പാടിയത് നാടൻ പാട്ട്, എൻ്റെ ഒരു പാടിയതാണ്. പാലക്കാട് ഭാഗത്തുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ എടുത്ത് പ്രാദേശികമായിട്ടുള്ള വാക്കുകളും ലഭിയില്ലാത്ത ഭാഷയിൽ ഒരു സാധനം എടുത്ത് തട്ടി അങ്ങോട്ട് വിട്ടു വരട്ടെ, എന്താ ചെയ്തൂടെ, വരട്ടെ, നന്നായി വരട്ടെ. പിന്നെ പുതിയ പാട്ടുകളൊക്കെ എഴുതി വെച്ച ചില പാട്ടുകളുണ്ട്, ഇപ്പോൾ ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട പാട്ടുകളുണ്ട്. സുഹൃത്തുക്കൾ ഒരുപാട് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കും.
നാട്ടിലെ സൗഹൃദങ്ങളും പിന്നെ അതിന് ശേഷം നമ്മുടെ വളർച്ചയിൽ നമ്മുടെ കൂടെ ചേർന്ന സൗഹൃദങ്ങളും, അങ്ങനെ ഏതൊരാൾക്കും രണ്ട് കാലഘട്ടത്തിൽ രണ്ട് രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ടായിരിക്കും. അതെ അതെ. എങ്ങനെയാണ് സൗഹൃദങ്ങളും അവരുമായിട്ടുള്ള കൂടിച്ചേരലുകളൊക്കെ? സാറേ, സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരന്മാരുണ്ട്. അവരൊക്കെ എന്നെപ്പോലെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഓരോ 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 രീതിക്ക് അവരൊക്കെ തിരിഞ്ഞു പോയി. അപ്പോൾ ഞാനും തിരിഞ്ഞു പോയപ്പോൾ അവരുടെ കൂടെ കൂട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കണ്ടാൽ മിണ്ടും സംസാരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഇപ്പോഴും അങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ സാർ രണ്ടാമത് പറഞ്ഞില്ലേ, നമ്മുടെ വളർച്ച, അതിൻ്റെ ഉപരി എൻ്റെ മനസ്സറിഞ്ഞ് കുറച്ച് ആൾക്കാർ എനിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അഷറഫുക്ക, കിഷോറേട്ടൻ, ഷിജുവേട്ടൻ, രാജു സാറ്, അങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്ക്. നല്ല നല്ല സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഗംഭീരമായ സുഹൃത്തുക്കൾ, നമ്മുടെ മനസ്സറിഞ്ഞ് വന്ന ആൾക്കാർ. നീ നാളെ ഇല്ലെങ്കിലും നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കുറേയധികം വിദേശയാത്രകൾ നടത്തിയതിനെ പറ്റിയിട്ടും ആദ്യത്തെ വിദേശയാത്രയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ പുറത്ത് നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ വളരെ മനോഹരമായ അനുഭവങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചാനൽ പ്രോഗ്രാമുകൾക്ക് പോകുന്നു, അതുപോലെ സ്റ്റേജ് ഷോകൾക്ക് പോകുന്നു. ഇപ്പോൾ സ്റ്റേജ് ഷോകൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ടീമായിട്ടാണോ? പണ്ടൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് ഒരു ട്രൂപ്പ് എന്ന് പറയും, ഇപ്പോൾ ഒരു ബാൻഡ് എന്ന് പറയും. നമ്മൾ സെലിബ്രിറ്റികളെ നമ്മൾ ഓരോരിടത്തുനിന്നും ഇങ്ങനെ പിക്ക് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് പോകും. ഇപ്പം എങ്ങനെയാണ് ഒരു സ്റ്റേജ് ഷോ പരിപാടികൾ? എനിക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതിൽ ഉൾത്തുടി നാടൻ പാട്ട്, മണിത്താമര പാലക്കാട് അവതരിപ്പിക്കുന്ന ഗോൾഡൻ ലോട്ടസ് മെഗാ ഷോ. ഗോൾഡൻ ലോട്ടസ്, അത് ഏട്ടനിട്ട പേരാ ലോട്ടസ്. ഞാൻ ഇപ്പോഴത് മറക്കില്ല. അതുകൊണ്ടാണ് ഗോൾഡൻ ലോട്ടസ്, സ്വർണ്ണത്താമര അറിയാം, ഗോൾഡൻ ലോട്ടസ് എന്ന പേരിട്ടത്. അപ്പോൾ അത് മെഗാ ഷോ ആയും ഗാനമേളയായും നമ്മൾ ഈ മേഖലയിൽ ഇപ്പം ചെയ്യുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ ഒരിക്കലും ഞാൻ തെക്കുന്ന പരിപാടിയില്ല, അറക്കുന്ന പരിപാടിയില്ല. അതെൻ്റെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. അത് എന്ത് എനിക്കറിയില്ല, അങ്ങനൊരു ചിന്ത എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് തരുന്ന ആൾക്കാർ പരിപാടി വിളിച്ചു തരും. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഒരാളെയും നമ്മൾ പാര വയ്ക്കേണ്ട കാര്യമില്ല ഒരു പേരിലും. ഒരാൾ ദേഷ്യം വിചാരിക്കേണ്ട. ഞാൻ പറയണമെങ്കിൽ സാറിനൊന്നും തോന്നരുത്, ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരാൾ തനിച്ച് മരമണ്ടനാണ്. മണ്ടന്മാരാണ് അവർ. ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. സാറൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഏറ്റവും വലിയ ഫാനാണ്, യൂസുഫ് അലി സാറിൻ്റെ ഫാനാണ്. ആ സാറിൻ്റെ വർത്തമാനം അറിയാം, ആ സാറിൻ്റെ ഉയരത്തിൻ്റെ രഹസ്യങ്ങൾ അല്ലേ. അപ്പം എന്നെ ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഒരുപാട് പേര് ഫോണിൽ വിളിച്ച് അപമര്യാദയായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഒരു ഭയങ്കര, അതായത് ഞാൻ എന്ത് സംസാരിച്ച സിനിമ സംസാരിച്ച സിനിമാ കൂട്ടാണ് കൊണ്ടുവന്ന് നമ്മൾ സന്തോഷമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ്, സിനിമാക്കാരനല്ല, എൻ്റെ ഫാമിലി ആരും സിനിമാക്കാരല്ല. ഞാനൊരാൾ മാത്രമേ അത്രയും കഷ്ടപ്പെട്ട സാറേ ഞാൻ ഇതുകൊണ്ട് കഞ്ഞി കുടിക്കുന്നു. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ സിനിമാക്കാരനാണോ? ആവശ്യം കഴിഞ്ഞ് പുറത്തെറിയുക. നമുക്ക് അവർ നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മൾ അവരെ അതേപോലെ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അവരൊക്കെ നമ്മളിങ്ങനെ എടുത്ത് പുറത്തെറിയുന്ന പോലത്തെ വർത്തമാനം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ താമര തീർന്നു. അപ്പോൾ എനിക്കൊരു സാറും ആയാലും ശരി, ഞാനായാലും ശരി, നമുക്ക് ദേഷ്യം വരാത്ത ഒരാൾ, ക്ഷമയോടെ നിൽക്കുന്ന ആളിന് വെറുതെ മാന്താൻ ഒരിക്കലും ആരും പോകരുത്. നമ്മുടെ ജീവിതം അതോടെ തീരും. എൻ്റെ പിന്നെ ഞാൻ അതോടെ ഇല്ലെങ്കിൽ ഞാൻ തീരും. ദേഷ്യപ്പെട്ടു, താമര പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കില്ല. എനിക്ക് എന്നെ വളർത്തിയ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മനസ്സിലൊക്കെ ഞാൻ അവരെങ്ങനെ ഉദ്ദേശിക്കുന്നോ അതേപോലത്തെ ഒരാളായിട്ട് എനിക്ക് ജീവിക്കണം. എനിക്ക് അവരുടെ മുന്നിൽ മണിത്താമര എങ്ങനെ കാണണോ, അവരുടെ ഉള്ളിൽ എന്തായിരുന്നോ അതേ മണിത്താമരയായിട്ട് മരണം വരെ ജീവിക്കണം. എന്നെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്നെ വെറുതെ വന്നിട്ട്, അത് ഏത് മേഖലയിലുള്ള അവരായിക്കോട്ടെ. ഈ ഭീഷണിപ്പെടുത്തുന്നവർക്ക് എന്ത് കാരണം പറഞ്ഞിട്ടാണ് അവർ? അല്ല, അത് പലതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്തൊരു സംഭവമുണ്ട്. അത് ഞാൻ സമയം വരുമ്പോൾ പറയും. കാരണം ഇവൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന വീടും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു ചെറിയ ഓടിട്ട വീട്ടിൽ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്, എൻ്റെ തറവാട്ട് വീട്ടിൽ. ഇവനെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള ചിന്ത അവർക്ക് തോന്നിയാൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാർ എൻ്റെ പുറകിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്, ജീവൻ വരെ തരുന്നവർ. അത് അവർക്ക് ഓർത്ത് അവർക്ക് നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും എന്നെ എന്നല്ല സാറേ, ഒരാളിനെയും തിരിച്ച് തല്ലുന്നവനെ വേണം തല്ലാൻ, മറുപടി പറയുന്നവനെ വേണം പറയാൻ. ഇത് ഒന്നുമില്ലാത്തവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് മെക്കിട്ട് കയറാൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരെ മെക്കിട്ട് കയറാനാണല്ലോ എല്ലാവർക്കും എളുപ്പം. ഇപ്പം നമുക്ക് പറഞ്ഞാൽ സാറേ, ഞാൻ വളരെ ചെറിയൊരാളാണ്. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പേര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നെട്ടിപ്പോകും. ചിലവർ നെട്ടിപ്പോകും. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ. ഇപ്പോഴും ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരുപാട് ഓരോ നിയമവിദഗ്ധന്മാരുണ്ട്.
അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാരും എനിക്കുണ്ട്, ഓരോ പൊസിഷനിലുള്ളവർ. അതൊക്കെ ഞാനൊരു പണക്കാരനായിട്ട് വന്നതല്ല. ഞാൻ എന്ന കലാകാരനെ തൊട്ടറിഞ്ഞ്, എൻ്റെ മനസ്സറിഞ്ഞ്, എൻ്റെ വാക്കുകളിൽ സത്യമുണ്ടെന്നറിഞ്ഞ് വന്നവരാണ്. അതൊക്കെ ഉള്ളവർക്ക് നമുക്ക് പേടിക്കാനേ ഇല്ല. പിന്നെ പൊന്നു പോലത്തെ 2 മക്കൾ, ഒരു ഭാര്യ, എൻ്റെ അമ്മ. അതിനിവിടെ വേറെ ഒന്നും എനിക്കില്ല. ഞാനിപ്പോൾ എഴുതി വെച്ച പാട്ടുകൾ ഇറക്കണം എൻ്റെ മനസ്സിൽ. നമ്മളൊന്ന് താഴുമ്പോൾ കൂടെ നിന്നവരും എല്ലാം അങ്ങ് മാറിയിട്ട് വേറൊരു വശം സംസാരിക്കുക. ഇവൻ്റെ വിചാരം ഒരു ആൽബം ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ അതോടുകൂടി കഴിഞ്ഞു എന്നാണ്. പക്ഷെ നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള അവരോട് പറയേണ്ട കാര്യമില്ലല്ലോ, ഇല്ലേ? ഈ ചാനലിൽ വെച്ച് പറയാണ്, ഇനി നല്ല നല്ല പാട്ടുകൾ ഇനിയും ഇറങ്ങാൻ പോണേ ഉള്ളൂ. പുതിയ സ്വപ്നങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതിനെ നമ്മൾ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ നമ്മൾ സാറേ. വിടുന്നു. നമ്മളെ അത് ബാധിക്കുന്നില്ല, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്നു. ഞാൻ പോസിറ്റീവാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾക്കിതെല്ലാം ഓരോ വിഷയങ്ങൾ പറയാൻ നിന്നാ അതിന് മാത്രം സമയം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. മമ്മൂക്ക, ലാലേട്ടൻ എത്ര കഷ്ടപ്പെട്ട് ഇത്ര ഉയർത്തി നിൽക്കണം, അവർ എത്ര അനുഭവങ്ങളുണ്ടാവണം. ലാൽ സാർ പറഞ്ഞൊരു വാക്ക് ഞാൻ കട കൊടുക്കുകയാണേ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ കണ്ണിലേക്ക് തെറ്റ്, എനിക്കത് ശരി, മറ്റാ ചെയ്യുന്ന ആൾക്ക് ശരിയാണ്, അയാൾക്ക് ശരിയാണ്, അതെനിക്ക് തെറ്റ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾക്ക് തെറ്റ്. അപ്പോൾ ഇവിടെ ആരാണ് തെറ്റും ശരിയും? എല്ലാം ആപേക്ഷികമാണ് അല്ലേ? അത് സത്യസന്ധമായ വാക്കാണ്. നമ്മളൊരാളിനെ ഒന്നും പറയാനോ, അല്ലെങ്കിൽ എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് ഈ വസ്ത്രങ്ങൾ കണക്ട് ചെയ്യണം. ഞാൻ ചെയ്യുന്ന പണി, ഞാനൊരു വീടൊന്നും എടുത്തിട്ടില്ല, അത് പൊട്ടിപ്പൊളിഞ്ഞിപ്പോൾ വീഴാനായി, എൻ്റെ തലയിൽ തന്നെ വീഴുന്ന തോന്നുന്നു. എന്നാലും ഞാൻ അടുത്തവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളിൽ, അടുത്തവരുടെ വിഷമത്തിൽ, അടുത്തവരുടെ ആശുപത്രി കേസുകളിൽ ഒക്കെ ഞാൻ ഇടപെടുകയാണ്. ഇന്നും ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശല്ല. ഞാനൊരു പരിപാടി കഴിഞ്ഞ് വന്നാൽ ഇന്നും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇന്ന് ആദ്യമായി ഈ ചാനലിൽ പറയണത്, ഇന്നും എൻ്റെ ഭാര്യ ചോറ് വെച്ച് വിളമ്പി റോഡ് സൈഡ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഡ്രസ്സ് കണക്ട് ചെയ്ത് അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഒരു സംഭവം ഇല്ലയെന്ന് പറഞ്ഞാൽ, മരുന്നില്ലെങ്കിൽ അപ്പം തന്നെ ഞാൻ വിളിച്ച് ഇതൊന്നും ഞാൻ എന്താക്കി പറയും, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ വേണ്ടത് എൻ്റെ മക്കളെ 2 പഠിപ്പിക്കണം. ഈ 1-ാം ക്ലാസ്സുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയവർക്ക് അവരുടെ മുന്നിൽ ഞാൻ തെളിഞ്ഞ് വരുന്നുണ്ട്. അതവർ മനസ്സിലാക്കണ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ, ഈ ലോകത്ത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അയാൾ ഇരുന്നിട്ട് കാര്യമില്ല ഇനിയുള്ള കാലത്ത്. അത് അവർക്ക് 2 പേർക്ക് ഞാൻ മക്കളിലൂടെ CS പഠിക്കുകയാണല്ലോ. അതെ, നമ്മൾ 1-ാം ക്ലാസ് ആണെങ്കിലും അയാൾ സംസാരിക്കുന്നത് നമുക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. ശ്രുതി എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് സംസാരിക്കാൻ നമ്മളൊന്നും എനിക്ക് പറ്റില്ല. അത് 1-ാം ക്ലാസ് ആയതുകൊണ്ടാവും, 2-ാം ക്ലാസ് ആയതുകൊണ്ട്. നിങ്ങളുടെ വലിയൊരു സ്വപ്നവും ആ സ്വപ്നത്തിന്റെ ഒരു സാഫല്യം കൂടിയാണ് അങ്ങനെ ഒരാൾ CS പഠിക്കുന്നത്. അറിയാലോ, CS മിടുക്കറിയാലോ. ആ കുട്ടി പരമാവധി നന്നായിട്ട് പഠിച്ച് മേളിലെത്തണം. അത് എത്തണമെങ്കിൽ ഞാൻ ക്ഷമയോടെ നിൽക്കണം, വേണ്ടേ? പിന്നെ ഉണ്ടാവും നമ്മളെ ഒരു കലാകാരനല്ല സാറേ, കൗതുകത്തോടെ കാണും, എല്ലാവരും കളിയാക്കിയിട്ട് കാണും, ബഹുമാനത്തോടെ കാണും, സ്നേഹത്തോടെ കാണും, അല്ലേ? ഭയങ്കര പവറാന്ന് പറഞ്ഞിട്ട് കാണും. ഈ കാണുന്നവൻ്റെ കാഴ്ചപ്പാടില്ലേ സാർ അതൊക്കെ. നമ്മൾ അന്ന് എന്നും ആ പാവപ്പെട്ട ചെന്താമരയായിട്ട് തന്നെ കഴിയണം. പുതിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ചെന്താമരയുടെ പുതിയ സ്വപ്നങ്ങൾ? സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്കൊരു വീടുണ്ടാക്കണം, വീട് വെക്കണം. അത് മക്കൾ ഒന്ന് സെറ്റായ ശേഷം ഞാനത് നിൽക്കുള്ളൂ. ഇതിനൊന്ന് എന്തെങ്കിലും ആകണം. പുതിയ പാട്ടുകൾ ചെയ്യണം, പുതിയ പാട്ടുകൾ ഇനിയും നമുക്ക് ഇറക്കണം. പിന്നെ ഇപ്പോൾ വൈഫിന് ഒരു ചെറിയ ജോലിക്കായിട്ടും അവൾ വടക്കഞ്ചേരിയിൽ പോകുന്നുണ്ട്, ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിൽ. ഇതുവരെ എവിടെയും പോയിട്ടില്ല. 22 കൊല്ലമായിട്ട് ഞാൻ എവിടെയും വിട്ടിട്ടുമില്ല. ഒരു 6 മാസം എനിക്ക് വയ്യാണ്ടായപ്പോൾ മാത്രം അവൾ ഒരു മറ്റേ ഹോട്ടലിൽ പോയിട്ട് മറ്റേ ഐസ്ക്രീം ബാറിൽ പോയി നിന്നു 2 മാസം കണ്ട്. എനിക്ക് വയ്യാണ്ടായപ്പോൾ, ഒരു 6 മാസം വയ്യാണ്ടായപ്പോൾ പിന്നീട് അവർക്ക് എവിടെയും വിട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കൂടെ എന്നെ ചേർത്ത് നിൽക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം, എൻ്റെ മക്കൾ നന്നായിരിക്കണം, എൻ്റെ അമ്മ എൻ്റെ കൂടെ എന്നെ ഉണ്ടാവണം, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. ആര് എതിർത്ത് എന്നെ പറഞ്ഞാലും, ആര് തള്ളിയാലും ഭാര്യയും മക്കളും എൻ്റെ കൂടെ ഉണ്ടാവും. എന്തായാലും താങ്കളുടെ ഒരു വളരെ നല്ലൊരു മനസ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകളിലാണെങ്കിലും. ഇപ്പോൾ ശബ്ദം ഇടറിപ്പോയി. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും ദുരിതങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, അവരുടെയൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളെയും നമുക്ക് പൊരുതി തോൽപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഒരു ആത്മവിശ്വാസമാണല്ലോ. എൻ്റെ ജീവിതം പാട്ട്, അതിൽ നിന്ന് ഞാൻ എന്തായാലും എല്ലാവർക്കും കിട്ടുന്ന പോലത്തെ ഒരു അവാർഡും കൂടി എനിക്ക് കിട്ടണേ. അത് ഞാൻ എന്തായാലും വാങ്ങിക്കും. അതിനിപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്ത എൻ്റെ സാമിയേട്ടനാണ്, ചിറ്റഞ്ചേരിയിലുള്ള
സ്വാമിനാഥൻ, അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കത് മറക്കാൻ പറ്റില്ല. എൻ്റെ പാട്ടുകളിലൂടെ തന്നെ ഇനിയും സിനിമയിൽ തന്നെ എൻ്റെ പാട്ടുകൾ വരാൻ പോവുകയാണ്. അതൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഓരോ പാട്ടുകളും ഓരോന്നും. എനിക്ക് ബ്ലഡിലെ പാട്ടാണ്. ഒരു ഷോയിൽ ഒരു പ്രോഗ്രാമിന് പോലും ശരി, അവിടെ നമ്മൾ തകർക്കണം. ഞാൻ ഒരാളുടെ ഒരു മോശപ്പെട്ട കമൻറ്റ് ഒരു ഇതിലിടില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇടുന്നവർ ശരിയല്ല. അത് എന്തുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് പറയണം. ഇതുവരെ പരിപാടിക്ക് പോയി അവിടെ ഒരു സംഭവം പറ്റിയിട്ടില്ല. ഇനിമേൽ അഥവാ പറ്റിയിട്ടുണ്ടെങ്കിലോ എൻ്റെ കുഴപ്പമോ തന്നെ അവിടെ ഉള്ളവരും കൂടെ കുഴപ്പമായിരിക്കും. എന്നോട് ചോദിച്ചാൽ ഞാൻ പിന്നെ അത് പറയും എന്താ കുഴപ്പമെന്ന്. പറ്റിയിട്ടില്ല ഇതുവരെ, പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെയും കൂടി കുഴപ്പമായിരിക്കും. നമ്മളൊരാളിനും ഇത് പറയില്ല. നമുക്ക് കുറേ പാട്ടുകളുണ്ട്, പുതിയ പാട്ടുകൾ. ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും, ചില പാട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിൽ ഒരു പാട്ട് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അതിലിപ്പോൾ 2 പാട്ടുണ്ട്, 2 അല്ല ഒരുപാട് പാട്ടുണ്ട്. 1-2 പാട്ട് പാടാം. ഇപ്പോൾ ചെന്താമരയ്ക്കൊരു പെണ്ണ് താരകം പൂത്ത പോലൊന്ന്, ചെന്താമരയ്ക്കൊരു പെണ്ണ് താരകം പൂത്ത പോലൊന്ന്, ഇനിയുണ്ടോ ഇതുപോലൊരു പെണ്ണ്, ഇനിയുണ്ടോ ഇതുപോലൊരു പെണ്ണ്, അത് ഉണ്ടെങ്കിൽ എനിക്കുള്ളതല്ലെന്ന്. ഈ ഒരു സാധനം. പിന്നെ ഒന്നുള്ളത്, അകലേ അങ്ങാകാശത്തിൽ സൂര്യനുദിക്കുന്നു, താഴേ ഈ ഭൂമിയിലെന്നും സന്ധ്യമയങ്ങുന്നു, ഇരുളിൽ നിലാവു നമുക്ക് വെളിച്ചം വിതറുന്നു, അതു അറിഞ്ഞും അറിയാതെയും ഇവിടെ മിഴികളടയ്ക്കുന്നു. സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള സോങ്ങാണ് ഇത്. ആര് ചോദിച്ചാലും എടുത്തങ്ങ് കൊടുക്കും. ഇതിൻ്റെ പുറകിലെ വരികളൊക്കെ വേറെയാണ്. അപ്പോൾ ആര് ചോദിച്ചാലും ഞാൻ ഇതങ്ങോട്ട് എടുത്ത് കൊടുക്കും. ഈ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തോടൊപ്പം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫിഗർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് നിരീക്ഷിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി, അദ്ദേഹത്തിൻ്റെ ചില മാനറിസങ്ങൾ എല്ലാം താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അത് ഒരിക്കലും ഞാൻ സ്റ്റേജിൽ യൂസ് ചെയ്യില്ല എന്ന് എൻ്റെ ഏട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. MLA മണിയും 10ാം ക്ലാസ് കുസ്തി എന്ന സിനിമ കഴിഞ്ഞ് വരുമ്പോൾ നേരെ എൻ്റെ വീട്ടിനവിടെ മേലാറോട് പുളിഞ്ചോട്ടിൽ വന്ന് നിന്നിട്ട് അവിടെ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഏട്ടനെ പോലെ ഞാൻ ചെയ്യാൻ അടുത്തുനിന്ന് പറഞ്ഞപ്പോൾ വണ്ടി ആഞ്ഞു ചവിട്ടി നിർത്തി. എന്തിനാണ് നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണത്? അതെനിക്ക് വേറെ ആൾക്കാരില്ലേ, നിനക്ക് ഫിഗറൊക്കെ നിനക്ക് സ്വന്തമായിട്ട് ശബ്ദമില്ലേ, നിനക്ക് സ്വന്തമായിട്ട് ഫിഗറില്ലേ, അത് മതി എന്ന് പറഞ്ഞ ശേഷം തൊട്ട് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. പക്ഷെ പിന്നീട് എനിക്കത് മനസ്സിലായി, അത് കുറവല്ല, നമ്മുടെ കഴിവിലൊന്നുണ്ടെങ്കിൽ പിന്നെ അത് മതിയല്ലോ. അല്ല, ഇപ്പോൾ കലാഭവൻ മണിയുടെ ഫിഗർ മാത്രം ചെയ്യുന്ന ഒരാൾക്ക് ശബ്ദം അനുകരിക്കാൻ പറ്റണമെന്നില്ല. അവർക്ക് വേണ്ടി ചിലപ്പോൾ വേറെ ആളായിരിക്കും ശബ്ദം അനുകരിക്കുന്നത്. ആ ഒരു വിഷ്വൽ ഫിഗർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായിരിക്കും ഏട്ടൻ പറഞ്ഞു എന്തിനാ ആവശ്യമില്ലാത്ത പണി നിൽക്കണേ. ഞാൻ താങ്കളെ സംബന്ധിച്ച് പാട്ട് എഴുതാനുള്ള ശേഷിയുണ്ട്, ഈണം ഇടാനുള്ള ശേഷിയുണ്ട്, പാട്ട് പാടാനുള്ള ശേഷി. ഇത് മണിച്ചേട്ടൻ സത്യമായിട്ട് പറഞ്ഞു, ഏട്ടാ നിനക്ക് എഴുതാനും ട്യൂൺ ചെയ്യാനും പാടാനും അഭിനയിക്കാനും ഒക്കെ കഴിവില്ലേ, അത് ചെയ്താൽ പോരെ. ഫിഗർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കും. അല്ല, ഇപ്പോൾ ഫിഗറിൽ വരുന്നവർ എത്രയോ ഉയരത്തിൽ നിൽക്കുന്നവരുണ്ട്, നമ്മളില്ലാന്ന് പറയില്ല. അതൊക്കെ അവരുടെ കഴിവുകളാണല്ലോ, നമ്മളുടെ കയ്യിലുള്ള കഴിവ്. താങ്കൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളാണ്. അതെ സാർ, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ, എൻ്റെ കയ്യിലല്ല. അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം എനിക്കില്ല. പക്ഷെ എപ്പോഴും സ്റ്റേജിൽ പോയി പറയാം, അവൻ പാടുമ്പോൾ അപ്പുറത്തും മണിച്ചേട്ടൻ നിൽക്കുന്ന പോലെ ഉണ്ടിട്ടാണ്. കാരണം ഞാൻ അങ്ങനെ പാടുള്ളൂ. ഇപ്പോൾ വരി വരിയായുള്ളടയ്ക്ക മരത്തോപ്പിൽ വലിയൊരു പാള പഴുത്തു വീണു, 5 അടി നീളത്തിൽ പാളയെടുത്തു ഞാൻ അന്തിയുറങ്ങാനെടുത്തിരുന്നു, കഞ്ഞി കുടിക്കാനെടുത്തൊരു മൺപാത്രം കയ്യിൽ നിന്ന് വീണു തകർന്നു പോയി, പാളയെടുത്തു ഞാൻ പാത്രമാക്കി പതുവായി പാളയിൽ കഞ്ഞിമോന്തി, പെരുമഴക്കാലത്ത് പാടത്തു പണിയുന്ന പെണ്ണുങ്ങൾ നനയാതെ പാള ചൂടി, പെരുമഴക്കാലത്ത് പാടത്തു പണിയുന്ന പെണ്ണുങ്ങൾ നനയാതെ പാള ചൂടി, പാളയെടുത്തു ഞാൻ പാത്രമാക്കി പതുവായി ചന്തയിൽ വിറ്റിരുന്നു, കാൽനട പോകുന്ന നേരത്തിൻ പാദത്തിൻ കല്ലുമുള്ളേൽക്കാതെ രക്ഷയ്ക്കായി, പാളച്ചെരുപ്പ് അണിഞ്ഞുകൊണ്ടന്നു ഞാൻ പള്ളിക്കൂടത്തിലും പോയിരുന്നു. ഇതിന് കൂടുതലൊക്കെ ഞാൻ എന്താ സാറേ പറയേണ്ടത്? ഒരു ഇന്ന് പാള പറഞ്ഞാൽ എന്താ അറിയില്ല. എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം ബിച്ചിത്തരമല്ല സാറ്, അത് ഇന്ന് ഇല്ല. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൈതപ്പുറം
തിരുമേനി സാറിൻ്റെ ഒരു അനുഗ്രഹം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരെ നേരിട്ട് കാണുകയും കണ്ടു. അത് ടിനി സാറിൻ്റെ ഐഡിയയും കാരണം അത് കണ്ണൂർ ഒരു പ്രോഗ്രാമിന് പോയി. ഞാൻ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓട്ടോ പാട്ടാ പാടണം. അപ്പോൾ ആൾ വന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല നാവുണർവാ സാറേ. ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസമൊന്നുമില്ല, 1ാം ക്ലാസ്സാണ്. ഈശ്വരൻ അവിടുന്ന് വിചാരിച്ചിട്ടുണ്ട് മോള്. ഇവിടെ വിദ്യാഭ്യാസം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് നല്ല നാവുണർവുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ് നാവുണർവ്, അതില്ലെങ്കിൽ പോയില്ലേ. ഇപ്പോൾ അതില്ലെങ്കിൽ പോയില്ലേ. അത് മെയിനായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയും, നിങ്ങൾ പഠിച്ചില്ലെന്ന് എവിടെയും പോയി പറയണ്ട. എന്താ പറഞ്ഞാൽ കുഴപ്പം? പഠിച്ചാൽ എന്താ കാരണം? പഠിക്കാൻ എൻ്റെ മകൻ ഇപ്പോഴും പറയും, അച്ഛാ ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, നാളെ ജോലി കിട്ടണമെന്നൊന്നുമില്ല. ഒരു തട്ടുകടി ഇട്ട് നോക്കച്ചാ, അയാൾ ദിവസം 3000 റുപ്യ ഉണ്ടാക്കും, മാസം പൈസ എത്രയായി? മൈൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ കാര്യത്തിൽ വന്നു കുറേ പൈസകൾ വരുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഓരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിക്കുന്ന ഞാനത് കണ്ടു നിൽക്കില്ല, കൊടുക്കും. പിന്നെ കട്ടൺ റേറ്റിൽ പറഞ്ഞിട്ട് പരിപാടി എടുക്കില്ല. പക്ഷേ ആ നേരത്തൊക്കെ നമുക്കൊരു കൊറോണ സമയത്തൊക്കെ നമുക്ക് താങ്ങുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഷിജുവേട്ടൻ, ഷെറിഫക്ക, കിഷോറേട്ടൻ, രാജു സാറ്, ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ എൻ്റെ ആത്മസുഹൃത്ത് ഗോപാലകൃഷ്ണൻ സാറ്, എൻ്റെ രാജാൻ സാറ്, ഇവരൊക്കെ എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. ആ സമയത്തൊക്കെ താങ്ങി നിർത്താൻ അതാണ്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് എല്ലാ കലാകാരന്മാരും വളരെ കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിട്ട് നിൽക്കുന്ന അതന്നെ സമയത്ത് നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ സൗഹൃദങ്ങളാണ്. അത് വലിയ സന്തോഷമാണ്. അപ്പം എന്തായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കിവിടെ മനസ്സെന്ന് പറയാൻ പറ്റി. ഒരുപാട് പുതിയ സ്വപ്നങ്ങൾ, ഇപ്പോൾ ഇതൊരു പുതിയ വർഷമാണ്. ഈ വർഷം ഒരുപാട് സ്വപ്നങ്ങൾ ഇനിയും പൂവണിയട്ടെ. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു പ്രതിഭയും ഒപ്പം നമ്മുടെ ചേർന്ന് നിർത്തുന്ന സൗഹൃദങ്ങളും ഒപ്പം നമ്മുടെ കുടുംബവും ഒക്കെ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ നമ്മളെ സഹായിക്കട്ടെ. അല്ല, ഒരുപാട് വിദേശ മലയാളികളുണ്ട് സാറേ, നമുക്കത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. അവരുടെയൊക്കെ സ്നേഹവും അവരെ നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയും നമ്മളതുപോലെ ഇനിയും പറക്കും. അത് നല്ല എനിക്ക് നല്ലതുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ എന്തെങ്കിലും ഞാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ അവരുടെ സപ്പോർട്ടും ആ നല്ല ഹൃദയങ്ങളുടെ മനസ്സും ഒക്കെ എൻ്റെ പിന്നാലെ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഇതുവരെ കേൾക്കാത്ത ഒരു പാട്ടിൻ്റെ ഒരു 4 വരി കൂടി പാടി നമുക്ക് തൽക്കാലം പിരിയാം. ഇനിയും കാണണം, കണ്ടുമുട്ടണം, പാട്ടുകൾ പാടണം. എല്ലാവിധ ആശംസകളും. തന്നാനണ നന്നാനണ നന്നാനേ നാനേ താനേ നന്നാനേ താനേ നന്ന താനാനണ നന്നാനേ താനേ നന്ന തന്നാനണ നന്നാനണ നന്നാനേ നാനേ താനേ നന്നാനേ താനേ നന്ന താനേ നന്നാനേ താനേ നന്ന. എങ്കു കണ്ടായമ്മ എങ്കു കണ്ടായ് എന്തൻ കുമാരിയെ എങ്ക് കണ്ടായ് എന്തൻ കുമാരിയെ എങ്ക് കണ്ടായ് സിറ്റിത്തെറുവിലെ തേരോടും വീതിയിൽ തേറുമേലെ ഏറിപ്പോക കണ്ടേ തേറുമേലെ ഏറിപ്പോക കണ്ടേ അന്നണ്ണ നന്നാനണ നന്നാനേ നാനേ താനേ നന്നാനേ താനേ നന്ന താനാന നന്നാനേ താനേ നന്ന അന്നാനണ നന്നാനണ നന്നാനേ നാനേ താനേ നന്നാനേ താനേ നന്ന. ഒരുപാട് സന്തോഷം. എനിക്ക് വരാൻ ഇതിൽ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ എല്ലാവിധ എന്താ പറയുക നന്ദിയും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു.